കണ്ണൂരാണ് ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതുമൊക്കെ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഷിഫ്റ്റ് എനിക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് IBSലെ ഫാക്കൽറ്റി, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫാമിലി അവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കായംകുളം എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്ഥലമായി മാറി. IBSൻ്റെ ഓൺലൈൻ ക്ലാസ്സിലാണ് ഞാൻ ആദ്യം ചേർന്നത്. പിന്നെ ഒരു ഇൻറ്റൻസീവ് കോച്ചിങ് വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാനിവിടെ കായംകുളം സെൻറ്ററിലോട്ട് വരുന്നത്. അവിടെ തന്നെ IBSന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയായിരുന്നെങ്കിൽ ഞാനുള്ള കാലയളവിൽ തന്നെ പലർക്കും അവിടെ നിന്ന് റിസൾട്ടായി പോയിട്ടുണ്ട്. അവിടെയുള്ള പിയർ ഗ്രൂപ്പും കമ്പൈൻ സ്റ്റഡിയും ഹോംലി ഫീലും തന്നെയാണ് എൻ്റെ റിസൾട്ടിലേക്ക് നയിച്ചത്. ഞാൻ പ്രതീക്ഷിച്ച പല റിസൾട്ടും എനിക്ക് ചെറിയ വേരിയേഷനാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കണമെന്ന് വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിലോട്ട് പോയത്. അപ്പോൾ അവിടെ ഉള്ളപ്പോൾ ഞാൻ രജു സാറെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിവിടെ അമ്പലത്തിലൊന്ന് തൊഴാൻ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു കയറി പോരുമെന്ന് പറഞ്ഞു. വീണ്ടും കായംകുളത്തുള്ള തിരിച്ചുവരവിലാണ് എൻ്റെ റിസൾട്ട് അറിയുന്നത്. റിസൾട്ട് കഴിഞ്ഞപ്പം വളരെ എക്സൈറ്റ് ആയിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു. ഓരോ നഷ്ടങ്ങളുണ്ടായപ്പം എൻ്റെ മനസ്സിലൊരു ചോദ്യം ബാക്കി ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് എനിക്ക് ഇത്ര കഷ്ടപ്പെട്ടിട്ട് എനിക്കിത് കിട്ടുന്നില്ല എന്നുള്ളത്. അതിനൊക്കെയുള്ള ഒരു മനോഹരമായുള്ള ഉത്തരമായിരുന്നു ആ ദിവസം. കാലത്തിൻ്റെ നിയോഗം പോലെ ഈ നഷ്ടങ്ങളൊക്കെ എന്നെ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു റൈറ്റ് സീറ്റിലേക്കാണ്. കേരള ഗ്രാമീൺ ബാങ്കിൽ നിന്ന് ക്ലർക്ക് ഡയറക്ടറായ വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ എവിടെ നിർത്തിയോ ഞാൻ അവിടുന്ന് വീണ്ടും തുടങ്ങുകയാണ്. എനിക്കിപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൽ ക്ലർക്കായിട്ട് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. എൻ്റെ ഈ യാത്രയിൽ ഉടനീളമുണ്ടായ IBSന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.